ഉണ്ടാക്കാൻ പോണത് ഇടിയപ്പമാണ്. ഇടിയപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഇന്ന് 4 തരത്തിൽ ഇടിയപ്പം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. എളുപ്പത്തിൽ കുഴച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പമാണ്. താമസിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് 4 തരത്തിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം മാവൊന്ന് കുഴച്ചെടുക്കാം. 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ടത്. ഇതിപ്പം പാക്കറ്റിൽ വാങ്ങിച്ച പൊടിയില്ലേ, അതാണ്. ഇനി അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചവെള്ളം ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ആയിക്കോളും. ഇപ്പം നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിലാണ് കേട്ടോ നല്ലത്. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ചൂടായി വരുമ്പോൾ തന്നെ തിക്കായിട്ട് വരുന്നുണ്ട്, കണ്ടോ. ചെറുതായിട്ട് കട്ടകളുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഈ മാവിൻ്റെ പാകം എങ്ങനെയാണെന്ന് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഒറ്റ കട്ടയായിട്ട് വരും. അതായത് നമ്മൾ ചട്ടുകം കൊണ്ട് ഒന്ന് പൊക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ കട്ടയായിട്ട് ചട്ടുകത്തിൻ്റെ മുകളിൽ പറ്റി പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഒരുപാട് സമയം വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് കുറച്ച് ഉറച്ചു പോകും. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് അപ്പച്ചമ്പൊക്കെ എടുത്ത് വെക്കാം. അല്ലെങ്കിൽ ഇഡലി തട്ടാണെങ്കിൽ ഇഡലി തട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചൂടുണ്ട്. ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഉണ്ട്, നല്ല സോഫ്റ്റ് മാവാണ്. ഇത് ഒരുപാട് അങ്ങ് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുമ്പോൾ ഒരുപാടിട്ട് കുഴക്കണ്ടേ, ആ സ്മൂത്താക്കി എടുക്കാനായിട്ട്. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി ഈ ഇളം ചൂടോട് കൂടി തന്നെ, ഇളം ചൂട് നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന ചൂട്, ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. മാവ് തുറന്ന് വെക്കണ്ട കേട്ടോ. ഒരു ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അടച്ചങ്ങ് വെക്കണം. അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇതിലാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് പണ്ടത്തെ പ്രസ് ചെയ്യുന്നതാണെങ്കിൽ അതായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. ഞാൻ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാറ്. ഇടിയപ്പം സ്റ്റീം ചെയ്യുന്ന തട്ടുള്ളവർ അതിൽ ചെയ്താലും മതി. തേങ്ങ ഇടാൻ താല്പര്യമില്ലാത്തവർ തേങ്ങ ഇടണ്ട. പക്ഷേ ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്, അതാണ് എനിക്കിഷ്ടം. ഇനി നമുക്ക് മാവൊന്ന് പ്രസ് ചെയ്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതാ കണ്ടോ, നല്ല നൂല് പോലെ ഇടിയപ്പം വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ച് ഏറ്റവും ചെറിയ ഹോൾസ് ഉള്ളതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എന്നിട്ടും കണ്ടില്ല എത്ര സ്മൂത്തായിട്ടാണ് വരുന്നത്. ഇപ്പം പരസ്യത്തിലൊക്കെ പറയില്ല, അതുപോലെ നല്ല മഴ പോലെ ഇടിയപ്പം. ഇതപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാം. ഇതുണ്ടോ, എത്ര എളുപ്പത്തിൽ എടുക്കാം ഇടിയപ്പം. നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം ഞാനിന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, എന്ത് സോഫ്റ്റാണ്. നൂലുകളൊക്കെ വേറെ വേറെ ആയിട്ട് തന്നെ ഉണ്ട്. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ നമ്മൾ. ഇനി നമുക്ക് വാഴയിലയിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് അങ്ങ് തിരുമ്മി പിടിപ്പിക്കാം. കൈ കൊണ്ട് തന്നെ അങ്ങ് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. സ്പൂൺ കൊണ്ടാക്കിയാൽ എല്ലായിടത്തോട്ടും എത്തില്ല. കൈ കൊണ്ടാക്കാൻ അങ്ങനെ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈ തന്നെയല്ലേ. നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. പഞ്ചസാര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഉപ്പിട്ട തേങ്ങ വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര ഇട്ടിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അത് എനിക്കിഷ്ടമാണ് പഞ്ചസാര ഇട്ട് ഈ ഒരു തരത്തിൽ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണേ. ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. വാഴയിലുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. വാഴയിലില്ലാത്തവർ വിഷമിക്കേണ്ട, ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നും കാണിക്കുന്നുണ്ട്. ഇനി ഞാനൊരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കാം. നമ്മൾ അടയൊക്കെ പരത്തില്ല അതുപോലെ. ഇടയ്ക്ക് നമ്മളൊന്ന് കൈ നനച്ച് കൊടുക്കണേ. എവിടെയെങ്കിലും തിക്നെസ് ഉണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ പഞ്ചസാരയും കൂടെ വെച്ചില്ലേ, അത് വെച്ച് കൊടുക്കാം. ഇനി കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ ഉപ്പ് മാത്രം തിരുമ്മി തേങ്ങ ഇട്ടാൽ മതി.
ഇനി നമുക്ക് പതുക്കെ തിരിച്ചു കൊടുക്കാം. എത്ര പെട്ടെന്നാണ് ആവുന്നത്, വളരെ സ്മൂത്തായിട്ടാണ് ആവുന്നത്. ഇപ്പം വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഞാനൊരു ഇഡ്ഡലി ചെമ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റീം ചെയ്യാനുള്ള സംഭവം കിട്ടുമല്ലോ, അപ്പോൾ അതിൽ വെച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇഡ്ഡലി തട്ടില്ലേ അതിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കാം. ഇടിയപ്പം, ഇലയിലുള്ള ഇടിയപ്പം. ഒരു ബുദ്ധിമുട്ടുമില്ല കിട്ടാനായിട്ടും, എളുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് എങ്ങനെയാണ് കഴിക്കുകയെന്ന് വെച്ചാൽ ഈ അടയടക്കം എടുത്താണ് കഴിക്കേണ്ടത്. എന്താ പറയാ, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അത് കഴിക്കുമ്പോൾ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ ട്യൂഷനൊക്കെ പോകുമ്പോൾ രാവിലെ കറിയൊന്നും ആവില്ലല്ലോ, അപ്പോൾ ഇതേപോലെ പഞ്ചസാര വെച്ചിട്ടാണ് ഉണ്ടാക്കി തരിക. ഇതുണ്ട്, അട സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനും പറ്റും, ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരൊറ്റ ഇടിയപ്പം മതി നമുക്ക് വയറ് നിറയാനായിട്ട്. ഇനി ഇലയില്ലാത്തവർ വിഷമിക്കേണ്ട, ഇതേപോലെ തന്നെ അട വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവിന് ശേഷം മാത്രമേ പരത്താവുള്ളൂ കേട്ടോ, എന്നാൽ മാത്രമേ ഇളക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതേപോലെ ഇഡ്ഡലി തട്ടിൽ നമുക്ക് അട ഒന്ന് പരത്തി കൊടുക്കാം. അതേപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കഴിയുന്നത്ര തിന്നാക്കിയിട്ട് പരത്തി കൊടുക്കാം. ഇലയുടെ ആ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൂ, പക്ഷെ നല്ല രുചി തന്നെയാണ്. പിന്നെ ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഇലയിൽ ഉണ്ടാക്കിയാൽ രാവിലെ ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിലും ആട അതേപോലെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതിലാവുമ്പം ഇലയുടെ അത്രയും സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടാവും. ഇപ്പം കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ആ അട ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ്. ഇതാ നമ്മുടെ അട ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. ഇടിയപ്പം തട്ടിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, എണ്ണ തേച്ചുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഇളക്കി കിട്ടുന്നത്. ഇതും അതേപോലെ തന്നെ പഞ്ചസാര ഇട്ടതാണെന്നുണ്ടെങ്കിൽ അടയും ഇടിയപ്പവും കൂടെ ഒരുമിച്ച് മുറിച്ചിട്ട് കഴിക്കാം. കറിയൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കുഴച്ച് കഴിക്കാം. ഇനി അവസാനമായിട്ട് എളുപ്പത്തിൽ രാവിലെയൊക്കെ ഓഫീസിൽ പോകാനുള്ളവർക്ക് ഒരുപാട് സമയമൊന്നും ഇടിയപ്പം പല സെറ്റായിട്ടൊന്നും വെച്ച് ഉണ്ടാക്കിയെടുക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടിയപ്പം. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു സ്റ്റീമറിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്നാക്കി കൊടുക്കും. ഈ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് ഇടിയപ്പം ആക്കി കൊടുക്കാം. കുറച്ച് തിക്നെസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആ ഒരു ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അടുത്ത സെറ്റും ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ എത്ര ലെയർ വേണേലും ചെയ്യാം കേട്ടോ. ഇനി കുറേ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റീമർ ഇല്ലേ, അപ്പോൾ അതിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഇതേപോലെ 2-3 ലെയറൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ മെഗാ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുക്കട്ടെ കേട്ടോ. ഇതൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതുണ്ട്, ആ തേങ്ങ ഇട്ട പോർഷൻ നമുക്ക് ലെയറായിട്ട് എടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റ് കേട്ടോ തേങ്ങ ഇട്ടിട്ടുള്ള ഇടിയപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ എളുപ്പമല്ലേ. പണ്ടത്തെ അമ്മമാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലി ഓടിക്കും, ഈ ഒരു ഇടിയപ്പൊന്നും എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു കാര്യം അത്. ഞാനിങ്ങനെ തന്നെയാണ് ഇടിയപ്പം ഉണ്ടാക്കാറ് രാവിലെയൊക്കെ, പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയ്സിൽ. നിങ്ങൾക്കും ഉപകാരപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ചീത്ത വിളിക്കരുത് കേട്ടോ, കൊല്ലരുത്, ഞാൻ നന്നായിക്കോളാം. അപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക മറക്കല്ലേ. അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.